السلام عليكم. أبدأ نظما على من انجلى رحمة البارية باهرا. أبدأ نظما على من انجلى رحمة البارية باهرا. كونا كالبادر كذا بداؤه بدرا عن بداية زاهرا. أبدأ نظما على من انجلى رحمة البارية باهرا. كونا كالبادر كذا بداؤه بدرا عن بداية زاهرا. نصرة العباد من أبته نجما نصرة العباد من أبته نجما. صفوة الإله في الأكوان جسما. نعمة الورى به نباه فهما. لقطبة البرايا بأسمه ججما. كمل جمل كرم باليه إباله رخم علم بجل ذالي سبيله. واقي المقام ريما في الأنام ذهما. منقذ من بدا في البر تالوما. منقذ من بدا في الرهدالوما. أبدأ نظما على من انجلى رحمة البارية باهرا. كونا كالبادر كذا بداؤه بدرا عن بداية زاهرا. പ്രിയമുള്ള സഹോദരന്മാർ, മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, I like to speak about something, especially Islamic religion and the state of the world, old and new. പ്രിയമുള്ളവരെ, കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് പല കാരണത്താലും മുടങ്ങിപ്പോയി. നാളെ ഇടണം, മറ്റന്നാൾ ഇടണമെന്ന് വിചാരിച്ച് അങ്ങനെ നാളുകൾ നീങ്ങിപ്പോയി, ക്ഷമിക്കണം. ദീർഘമായൊന്നും പറയുന്നില്ല. മുമ്പ് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നത് കോഴിക്കോട് നായിബ് ഖാദി അബ്ദുള്ള മുസ്ലിയാരെ പറ്റി, അഥവാ എൻ്റെ വന്യ പിതാവിനെ സംബന്ധിച്ചാണ് പാർട്ട് 1, പാർട്ട് 2 ഇടുകയുണ്ടായി. ഇന്ന് ഞാൻ അദ്ദേഹത്തെ സംബന്ധിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ, പണ്ഡിതനായിരുന്നില്ല അദ്ദേഹം, വലിയ കവിയായിരുന്നു, വലിയ അഭ്യാസിയായിരുന്നു, പല കഴിവുള്ള മഹാനായിരുന്നു. അപ്പോൾ ഇന്നും അന്നും വളരെ വ്യത്യാസമുണ്ട് പണ്ഡിതന്മാർ. അന്നത്തെ പണ്ഡിതന്മാരോട് നമ്മളൊരു സംശയം ചോദിച്ചാൽ നമുക്ക് സംശയം തീരുന്നത് വരെ ശരിക്കും അവർ പറഞ്ഞു തരും. ഏതെങ്കിലും ഒരു ലേഖനത്തിൽ ഞാൻ കണ്ടു, ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഹദീസിൽ ഇങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം പഴയ പണ്ഡിതന്മാരോട് ചോദിച്ചാൽ, എടുത്തു നോക്ക്, കിതാബ് എടുത്തു നോക്ക്, അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ നോക്കൂ. ഏതെങ്കിലും വലിയ അറിയപ്പെടുന്ന കിതാബിൽ പറഞ്ഞത് പറയുകയാണ് പ്രശ്നമല്ല. അതല്ല, ഏതെങ്കിലും വ്യക്തികൾ അവരുടെ ലേഖനത്തിലോ പ്രസംഗത്തിലോ പറഞ്ഞാൽ, സാധാരണഗതിയിൽ കേട്ട് പരിചയമില്ലാത്തൊരു സംഗതി പറഞ്ഞാൽ, അന്ന് പണ്ഡിതന്മാരോട് വന്നിട്ട് ചോദിക്കും. അപ്പോൾ അവർ പറയും, ആ കിതാബ് എടുത്ത് നോക്കുമെന്ന് പറയും. ഞാൻ ഒരിക്കൽ പിതാവിനോട് പറഞ്ഞ് ഇപ്പോഴും ആലോചിക്കുകയാണ്. ഒരു വിഷയം തർക്കിച്ച് ഞാൻ പറഞ്ഞു, ഫാദറിന് ഭയങ്കര പേടിയാണ്, എന്നാലും ദീനീ കാര്യങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ നന്നായിട്ട് സംസാരിക്കും, ദേഷ്യമൊന്നും പിടിക്കില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് ആ വിഷയത്തിൽ സംശയമേ ഇല്ല എന്ന്. അങ്ങനെ തന്നെയാണുള്ളത്. അപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്കല്ലേ സംശയമില്ലാത്ത, എനിക്ക് സംശയമുണ്ട്, നീ കിതാബ് എടുത്ത് നോക്കൂ, അതിൻ്റെ ഗ്രന്ഥം എടുത്ത് നോക്കുന്നു. എനിക്ക് സംശയം വേണ്ടേ? എനിക്ക് സംശയമുണ്ട്. ഉപ്പ എന്നോട് പറഞ്ഞു, എനിക്ക് സംശയമുണ്ട്. അങ്ങനെ അവസാനം ഞാൻ എടുത്തു നോക്കുമ്പോൾ ഉപ്പ പറഞ്ഞതാണ് ശരി. പിന്നെ ഞാനൊന്നും തർക്കിക്കില്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ആളുടെ ലേഖനം അല്ലെങ്കിൽ പുസ്തകമൊക്കെ വായിച്ചാൽ അതിൽ ഇന്ന ഹദീസിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല, അയാളെ വക എന്തോ ഒരു പരിഷ്കരണം നടത്തിയതായിരിക്കും. അപ്പോൾ നാം മനസ്സിലാക്കണം, കഴിഞ്ഞു പോയ കാലഘട്ടത്തിലെ സ്ഥിതിഗതികൾ, ലോകത്തിൻ്റെ അവസ്ഥകൾ, എന്തെല്ലാം ചരിത്രങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതൊക്കെ അതിൻ്റെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കണമെങ്കിൽ
ആദ്യം അതിന് നമ്മൾക്കുള്ള ടെൻഡൻസി വേണം, ആഗ്രഹം വേണം, അത് മനസ്സിലാക്കണമെന്നുള്ള. അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ പണ്ഡിതന്മാരും പഴയകാല പണ്ഡിതന്മാരും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഇന്നത്തെ പണ്ഡിതന്മാർ എന്തെങ്കിലും ഒരു സംഗതി പറഞ്ഞാൽ അല്ലെങ്കിൽ അവരോട് നമ്മൾ ചോദിച്ചാൽ സംശയം ബാക്കി നിൽക്കും. പഴയകാല പണ്ഡിതന്മാരങ്ങനെയല്ല. അവരോടൊരു സംഗതി ചോദിച്ചാൽ നമുക്ക് സംശയം തീരത്തക്ക വിധത്തിൽ ക്ലിയറായിട്ട് വ്യക്തമായി അവർ പറഞ്ഞു തരും. ഇതാണ് പഴയകാല പണ്ഡിതന്മാരും ഇന്നത്തെ പണ്ഡിതന്മാരും തമ്മിലുള്ള വ്യത്യാസം. ചിലവർ പറയും പഴയ പണ്ഡിതന്മാർ സ്കൂളിൽ പോകലിനെ എതിർത്തിരുന്നു, ഭൗതിക വിദ്യാഭ്യാസം നേടുന്നതിനെ എതിർത്തിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ വിചാരിക്കും നേരി തന്നെയാണ് എന്ന് തോന്നും. അല്ല, ആ കാലഘട്ടം നാം പരിശോധിക്കേണ്ടതാണ്. ഇസ്ലാം ഒരിക്കലും തന്നെ ഭൗതിക വിദ്യാഭ്യാസത്തിന് തടസ്സം നിന്നിട്ടില്ല. പിന്നെ എന്താ, പഴയ കാലം പരിശോധിച്ചാൽ അന്ന് സ്കൂളുകളിൽ പല മതക്കാരുണ്ടാകും, മുസ്ലിങ്ങൾ വളരെ ചുരുക്കമാണ്. അപ്പോൾ ഭൗതിക വിദ്യാഭ്യാസത്തിനോട് എതിർപ്പല്ലേ അത്? അല്ല, ഭൗതിക വിദ്യാഭ്യാസം അവർ നേടിയിരുന്നത് അധികവും പള്ളിയിൽ വെച്ചും അല്ലെങ്കിൽ അതിനായി കെട്ടിയുണ്ടാക്കിയ താൽക്കാലിക ഷെഡുകളിൽ വെച്ചൊക്കെയാണ് പഠിച്ചിരുന്നത്. എന്തിനാ അങ്ങനെ സ്കൂളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരെ പോലെ? അപ്പോഴാണ് നമ്മൾ ആ കാലഘട്ടത്തിലുള്ള സ്ഥിതിഗതികൾ കൂടുതൽ മനസ്സിലാക്കാൻ നാം ഇടവരുന്നത്. അപ്പോഴാണ് ഇന്ന് സ്കൂളിൽ പോകുന്ന പോലെയല്ല അന്ന് സ്കൂളിൽ പോയിരുന്നത്, ഇന്ന് കോളേജിൽ പോകുന്ന രൂപത്തിലല്ല അന്ന് കോളേജിൽ പോയിരുന്നത്. പിന്നെ എങ്ങനെയാണ് പോയിരുന്നത്? അന്നത്തെ വേഷം വ്യത്യാസമുണ്ട്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പല സ്കൂളുകളിലും ആൺകുട്ടികൾ അന്ന് ഹാഫ് ട്രൗസറാണ് ഇടുക. അതായത് കാലിൻ്റെ മുട്ടിൻ്റെ മേലെ, കുറേ മേലെയാണ്, കാലുമുട്ട് കഴിഞ്ഞോടേനൊന്നുമല്ല, നല്ലോണം മേലെ ഒരു ചെറിയൊരു ട്രൗസറാണ് ആൺകുട്ടികളൊക്കെ ഇടുക. അത് എൽ പിയിലായാലും യു പിയിലായാലും ഹൈസ്കൂളിലായാലും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു, ചെറിയൊരു ട്രൗസറാണ് ഇടുക. പിന്നെ ഷർട്ടും ഉണ്ടാവും, അത് തന്നെ. ചിലവർ ചെരുപ്പ് ചവിട്ടും, ചിലവർ ചെരുപ്പൊന്നും ചവിട്ടില്ല. അതുപോലെ ആ കാലഘട്ടത്തിൽ കുറേ പ്രായമുള്ള ചില സ്ത്രീകളെ കാണാം. അവർ തുണി ഉടുക്കും, ഷർട്ടിടില്ല, പിന്നെ തോളിൽ ഒരു സാലിങ്ങനെ പുതക്കും. അങ്ങനെ നമ്മുടെ പിന്നെ മുസ്ലിങ്ങളല്ലാത്ത പല വ്യക്തികളും, സഹോദര സമുദായത്തിൽപ്പെട്ട വളരെ പ്രായമുള്ള പെണ്ണുങ്ങൾ ആ വേഷത്തിൽ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇപ്പം പരിഷ്കരിച്ച് ഇപ്പോൾ ആരും ഷർട്ട് ഇടാതിരിക്കുന്നില്ല, ശരിക്കും ഷർട്ട് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സും മാന്യമായിട്ട് ധരിക്കുന്നുണ്ട്. അതുപോലെ സ്കൂളുകളിലൊക്കെ ഇപ്പോൾ ഹാഫ് ട്രൗസറാണോ ഫുൾ ട്രൗസറാണ്. അപ്പോൾ പഴയ കാലഘട്ടം, അപ്പോൾ ഭൗതിക വിദ്യാഭ്യാസത്തിനെ മുസ്ലിം പണ്ഡിതന്മാർ എതിർത്തിട്ടില്ല, ഭൗതിക വിദ്യാഭ്യാസം നൽകുന്ന രീതിയെയാണ് എതിർത്തിരുന്നത്. അത് നാം മനസ്സിലാക്കണം. അതേപോലെ തന്നെ അന്നത്തെ പൊതുവിൽ അങ്ങനെയായിരുന്നു വേഷം, ഹാഫ് ട്രൗസറില്ല. അന്നത്തെ പോലീസുകാരുടെ വേഷം അങ്ങനെ തന്നെയാണ്. പോലീസുകാരൊക്കെ അന്ന് ഹാഫ് ട്രൗസറാണ് ഇടുക, ചെറിയ ട്രൗസറാണ് അന്ന് ഇടുക, അല്ല പാൻസ് ഇല്ല, വെറും ഹാഫ് ട്രൗസറാണ്. അതല്ല, അന്ന് ഏനു മുസ്ലിയാർ ജീവിച്ചിരുന്ന കാലമാണ്. ഏനു മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സൂഫി വര്യൻ, മഹാപണ്ഡിതനുമാണ്, സൂഫി വര്യനാണ്. ഞാൻ പറഞ്ഞ കോഴിക്കോട് അബ്ദുള്ള മുസ്ലിയാർ വളരെയധികം ബഹുമാനിച്ചിരുന്നു. അദ്ദേഹം ഒരുവിധം ജനങ്ങളെയൊന്നും ഔലിയാക്കന്മാരെയൊന്നും ബഹുമാനിക്കില്ല. ഒരുവിധം പണ്ഡിതന്മാരെയൊന്നും, അതേ കാരണം നിസ്കരിക്കാത്ത ഔലിയാക്കന്മാർക്കൊന്നും ഒരു പരിഗണനയും കൊടുത്തിരുന്നില്ല. അവർ കള്ളന്മാരാണ് അല്ലെങ്കിൽ വിരാന്തന്മാരാണ് എന്നൊക്കെ പറയും നിസ്കരിക്കാത്ത ഈ ഔലിയാക്കന്മാരെ പറ്റി. നിസ്കരിക്കുന്നവരോട് വലിയ ബഹുമാനമാണ്. എന്നാൽ ബഹുമാനിച്ച വളരെയധികം വലിയൊരു മഹാപണ്ഡിതനായിരുന്നു ഏനു മുസ്ലിയാർ. അയാളെ സംബന്ധിച്ചിട്ട് ധാരാളം പറയും, അയാൾ വലിയ മഹാനാണ്, അയാൾ സൂഫിയാണ്, വലിയാണ് എന്നൊക്കെ പറയായിരുന്നു. എന്നിട്ടൊരിക്കൽ എന്നോട് പറഞ്ഞു, ആർക്കെങ്കിലും മഴ വേണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് പോകും, എന്നിട്ട് ചിലപ്പോൾ എന്തെങ്കിലും അരിയോ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് ഏനു മുസ്ലിയാരുടെ മുമ്പിൽ പോകും. മുമ്പ് പോയിട്ട് പറയും, ഉസ്താദേ നമ്മളെ നാട്ടിൽ മഴയില്ല, അതുകൊണ്ട് നിങ്ങളൊന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം മഴയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹം പറയത്രേ, അള്ളാഹുവേ, ഇവരുടെ നാട്ടിൽ മഴയില്ലാതെ കഷ്ടത്തിലാണ്, അതുകൊണ്ട് നീ അവിടെ മഴ പെയ്യിക്കണം. അങ്ങനെ മഴ പെയ്ച്ചാൽ ഈ സാധനം ഏനുവിന് കിട്ടും. അല്ലായിരുന്നാൽ എനിക്ക് ഏനുവിന് ജീവിക്കാനുള്ളതൊന്നും കിട്ടില്ല. ഇവരിത് കുറേ അരിയും സാധനം കൊണ്ടുവന്നിരിക്കുന്നു, അത് ഏനുവിന് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് ഇവരുടെ നാട്ടിൽ നീ മഴ പെയ്യിച്ചാൽ ഈ സാധനങ്ങൾ ഏനുവിന് ജീവിക്കാൻ കിട്ടും.
അതുകൊണ്ട് പടച്ചവനെ ഇവരുടെ നാട്ടിൽ മഴ പെയ്യിക്കണം എന്നൊരൊറ്റ വാക്ക്. അപ്പോൾ അന്നത്തെ ആളുകൾ സാക്ഷികളാണ്, അവർ പറയുന്നത്. എന്നാൽ അതേ ആ നാട്ടിൽ പെട്ടെന്ന് മഴ പെയ്യും എന്നിങ്ങനെ ഏന മുസ്ലിയാരെ സംബന്ധിച്ച് ധാരാളം പറയും. അപ്പോൾ സന്ദർഭോചിതമായി പറയുകയാണ്, അദ്ദേഹം ഒരിക്കൽ ദീനി മതപരമായിട്ട് ആരെങ്കിലും എതിർ പ്രവർത്തിക്കുന്നത് കണ്ടാൽ അപ്പോൾ അടിക്കുക അദ്ദേഹം. അങ്ങനെയാണ്. അപ്പോൾ ഒരു വലിയ മുതലാളി, വലിയ ധനികനാണ് അദ്ദേഹം ഈ തുണി ഉടുത്തിട്ട് മാടി കെട്ടിയാണ് എന്ന് പറഞ്ഞാൽ മടക്ക് കുത്തുക, ഈ കാലിൻ്റെ മുട്ടിൻ്റെ മേലെ കെട്ടി കുത്തിയിട്ടുണ്ട്. അപ്പം മുട്ട് പൊക്കിളിൻ്റെ ഇടയിൽ ഇസ്ലാമിക നിയമപ്രകാരം ഔറത്താണ്, അവിടെ എന്തായാലും നിർബന്ധമായിട്ട് മറക്കേണ്ടതാണ്. അപ്പോൾ ഈ മുതലാളിനെ കണ്ട ഉടനെ തന്നെ ഔറത്ത് മറക്കടാന്ന് പറയലും അടിയും ഒപ്പരം കഴിഞ്ഞു. അടിച്ചു അയാൾ, പറഞ്ഞിട്ടൊന്നും കേട്ടില്ല മുതലാളി. അപ്പോൾ അടിയും വെച്ച് കൊടുത്തു. അദ്ദേഹം ഉടനെ ഇദ്ദേഹത്തോട് എതിർക്കുകയല്ലേ ചെയ്ത്, വേഗം പോയി കേസ് കൊടുത്തു. അങ്ങനെ കേസ് കൊടുത്തപ്പോൾ ഫയലിൽ സ്വീകരിച്ച് പോലീസുകാരെ അന്വേഷിക്കാൻ വന്നു. പോലീസ് വന്നു ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ. എവിടെയാണ് അദ്ദേഹം? അതിങ്ങനെ പോകുമ്പോൾ അവിടെ കാണാമെന്ന് പറഞ്ഞു, വഴിയിൽ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഒരു വടിയും കൈ പിടിച്ചിട്ട് ഒരാളുണ്ടാവും. പോലീസ് ചെന്നു ഇത് ശരി തന്നെയാണോ എന്ന് അന്വേഷിക്കാൻ. പോലീസിനെ കണ്ട ഉടനെ തന്നെ ഔറത്ത് മറക്കടാ എന്ന് പറഞ്ഞ് വടിയായിട്ട് പോലീസിൻ്റെ പിന്നാലെ ഓടി. ഔറത്ത് മറക്കട. അപ്പോൾ പിന്നെ സംശയമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ സ്ഥിതി അതാണ്. അപ്പോൾ അന്നത്തെ പോലീസുകാർ ഹാഫ് ട്രൗസറാണ്. ലോക്കൽ പോലീസായാലും SI ആയാലും എല്ലാം ഈ ഹാഫ് ട്രൗസറാണ് ഇട്ടിരുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വയലാർ രവി കേരളത്തിൻ്റെ ഹോം മിനിസ്റ്റർ പോലീസ് മന്ത്രി ആയപ്പോഴാണ്, ആഭ്യന്തരമന്ത്രി ആയപ്പോൾ അദ്ദേഹം ഫുൾ പാൻറ്റ്സ് ധരിക്കണം എന്ന് കൽപ്പിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹമാണ് പോലീസുകാർക്കൊക്കെ ഫുൾ പാൻറ്റ്സ് ധരിച്ചത്. അപ്പോൾ അതുവരെ ഹാഫ് പാൻറ്റ്സ് ധരിച്ചിരുന്നവർ ഫുൾ പാൻറ്റ്സ് ധരിച്ചുകൊണ്ട് പരിഷ്കാരികളായി മാറി. ഇങ്ങനെ കാലം മുന്നോട്ട് പോകുന്തോറും ധാരാളം പരിഷ്കാരങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചില രാജ്യങ്ങളിൽ പരിഷ്കാരം എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് വളരെയധികം ഇല്ലാതാക്കലാണ്. ഫ്രാൻസിൽ സാൻഡി ബീച്ചിൽ അങ്ങനെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരു വസ്ത്രവും ഇടാതെ ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സാൻഡി ബീച്ചിൽ ആ വിഷയം അവിടെ ഇരിക്കട്ടെ. അങ്ങനെ ഏതായാലും ആ കാലഘട്ടത്തിൽ സ്കൂളുകളിൽ പഠിക്കണമെങ്കിൽ ഈ ഹാഫ് ട്രൗസർ ഇട്ട് പോകണം. പിന്നെ അതിൻ്റെ ശേഷം ഒരുപാട് വ്യത്യാസം വന്നു. പെൺകുട്ടികൾ പിന്നെ ഹാഫ് സ്കെറ്റാണ് ധരിച്ചിരുന്നത്, ഹാഫ് പാവാട. മിക്കവാറും മുട്ടിൻ്റെ മേലെയുള്ള ഒരു പാവാട ധരിക്കും പെൺകുട്ടികൾ. ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് അറിയാം. അപ്പോൾ പിന്നെ ചില സ്കൂളുകൾ, ആ സ്കൂളുകളിൽ മുസ്ലിം മാനേജ്മെൻറ്റ് മറ്റുള്ള ചില സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളിൽ ഫുൾ പാൻറ്റും ഒക്കെ ധരിച്ചിരുന്നു. തൊപ്പി ധരിച്ചാൽ ചില പരിഷ്കാരികൾക്ക് ദേഷ്യം പിടിക്കും. തൊപ്പി ഇടണ്ട, തല മറക്കണ്ട എന്നൊക്കെ പറയുമായിരുന്നു. എന്നാൽ അതുവരെയുള്ളൊക്കെ ധരിക്കുമായിരുന്നു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ജനങ്ങൾ പൊതുവെ പരിഷ്കാരികളായി മാറി എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെരുപ്പിടാൻ തുടങ്ങി. ഹാഫ് ട്രൗസറെല്ലാം പോക്കിയിട്ട് ഫുൾ ട്രൗസറിനിട്ടു. അതുപോലെ പെൺകുട്ടികൾ ഹാഫ് പാവാട ധരിച്ചിരുന്ന പെൺകുട്ടികളെല്ലാം ഫുൾ പാവാട തുടങ്ങി. മാത്രമല്ല അവർ പാൻസും അതേ രൂപത്തിൽ തന്നെ, ചെറിയ പാൻസൊന്നുമല്ല, ഫുൾ പാൻസാണ് അവർ ധരിച്ചത്. ഫുള്ളായിട്ട് ധരിക്കാൻ തുടങ്ങി, അഥവാ പൈജാമയും ജുബ്ബയും. പിന്നെ പെൺകുട്ടികളാണ് തലയിൽ തട്ട് ഉണ്ടാകും. അതേ സന്ദർഭത്തിൽ മുസ്ലിം പെൺകുട്ടികളാണ് തലയിൽ തട്ടിടും. അല്ലെങ്കിലോ അല്ലാത്ത അവർ തോളിലെങ്കിലും ഒരു തുണിയിടും. മുമ്പ് അതൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കാലോചിതമായിട്ട് കാലം ജനങ്ങളെ കൊണ്ട് എങ്ങനെയാണ് മനുഷ്യവിഭാഗം വസ്ത്രം ധരിക്കേണ്ടത് എന്നത് പഠിപ്പിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പഴയ കാലഘട്ടങ്ങളിൽ വളരെ പ്രായമായ സഹോദര സമുദായത്തിൽപ്പെട്ട എത്രയോ സ്ത്രീകൾ തുണി ഉടുക്കും, പിന്നെ ഒരു ചാല് കൊണ്ട് പുതക്കുകയാണ് ചെയ്യുക, അല്ല ഷർട്ടിടില്ലായിരുന്നു. അങ്ങനെ പലതരക്കാരുണ്ടായിരുന്നു. ഈ കാട്ടിലൊക്കെ താമസിക്കുന്ന വ്യക്തികളെ സ്ഥിതി പറയാനുമില്ല. അങ്ങനെ പല കോലങ്ങളായിരുന്നു. അതെല്ലാം പരിഷ്കരണം വരുമ്പോൾ അത് എല്ലാ രംഗത്തും വരുന്നതാണ്. ആ പരിഷ്കരണം അത് മതത്തിൻ്റെ വിഷയത്തിലായി എവിടെയും ആ പരിഷ്കരണം നമുക്ക് കാണാൻ കഴിയും. ലോകത്തുള്ള പല പരിഷ്കരണങ്ങളെ സംബന്ധിച്ച് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ റഷ്യൻ്റെ ചരിത്രം നിങ്ങൾ നോക്കൂ. റഷ്യയിൽ റൂസോ ചക്രവർത്തി ഭരിക്കുന്ന കാലഘട്ടം. നമ്മൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉറുദുവിലും അറബിയിലും ഒക്കെ പാണ്ഡിത്യം നേടണം എങ്കിൽ അത്രയും ചരിത്രം വായിക്കാൻ കഴിയും.
റഷ്യയിൽ റൂസോ ചക്രവർത്തി ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം പലതരത്തിലുള്ള പരിഷ്കാരങ്ങൾ അവിടെ ഏർപ്പെടുത്തുകയുണ്ടായി. അതിൽപ്പെട്ടതായിരുന്നു താടിയൊക്കെ വേണ്ട, പരണ്ടണമെന്ന് പറയും, താടിയൊന്നും വെക്കണ്ട. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. താടി വെക്കണമെങ്കിൽ താടി എത്ര നീളമുണ്ടോ ആ നീളത്തിനനുസരിച്ച് ഗവൺമെൻറ് ടാക്സ് നൽകണമെന്ന് പറഞ്ഞു. അപ്പം ഓരോരാൾ എത്ര ടാക്സ് നൽകണം എന്നതിന് താടി അളക്കാൻ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പോൾ ആ താടിയുടെ നീളം അനുസരിച്ചാണ് പൈസ കൊടുക്കേണ്ടത്. അങ്ങനെ പല പരിഷ്കരണങ്ങളും റൂസോ ചക്രവർത്തി റഷ്യയിൽ നടപ്പിൽ വരുത്തിയിരുന്നു. ആ കാലഘട്ടത്തിൽ തുർക്കിയിൽ ഭരണം നടത്തിയിരുന്ന കമാൽ പാഷ വലിയൊരു പരിഷ്കാരിയായിരുന്നു. അദ്ദേഹം റഷ്യ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം കൗതുകരമായി തോന്നി അവിടുത്തെ പരിഷ്കരണങ്ങൾ. ഇത് ഞാൻ തുർക്കിയിൽ നടപ്പിൽ വരുത്തുമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ അദ്ദേഹം തുർക്കിയിൽ വന്നുകൊണ്ട് മത ആലയങ്ങൾ അഥവാ മദ്രസ, കോളേജ് പോലത്തെ മതപരമായ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ അദ്ദേഹം നിർത്തലാക്കുകയും അതുപോലെ തന്നെ വേഷത്തിലും പരിഷ്കാരം എന്ന് പറഞ്ഞാൽ അത് വേഷഭൂഷാദികളിലൊക്കെ വരും, ഭക്ഷണങ്ങളിൽ വരും, സംസാരത്തിൽ വരും, ഗ്രന്ഥത്തിൻ്റെ രൂപങ്ങളിൽ വരും, ആളിൻ്റെ രൂപത്തിൽ വരും, വീടിൻ്റെ രൂപങ്ങളിൽ വരും, ഒക്കെ പരിഷ്കരണം വരുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ ഇസ്ലാമിന് പ്രത്യേകമായ ചില കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ അതിന് ചില ആളുകൾ എതിർക്കും. കൂടുതൽ പഠിച്ച ആളുകൾ അത് എതിർക്കുകയില്ല എന്നർത്ഥം. കുറച്ചൊക്കെ പഠിച്ച ആളുകൾ അതിനെ എതിർക്കും. അപ്പോൾ ചുരുക്കത്തിൽ കമാൽ പാഷ പരിഷ്കരണം ഏർപ്പെടുത്തി തുർക്കിയിൽ. അദ്ദേഹം മതപഠന കേന്ദ്രങ്ങൾ അതെല്ലാം അടച്ചുപൂട്ടി പകരം ഭൗതിക വിദ്യാഭ്യാസം മാത്രമാക്കി മാറ്റുകയുണ്ടായി. സ്ത്രീകൾ പർദ്ദ ധരിക്കരുത്, ഒന്നായിട്ട് മൂടുന്ന പർദ്ദ ധരിക്കരുത്, മിനി സ്കേർട്ട് ധരിക്കണം, ചെറിയ പാവാട ഉടുത്താൽ മതി എന്ന പരിഷ്കരണം വരുത്തി. അങ്ങനെ അത് താടിയുടെ വിഷയത്തിലും അങ്ങനെ തന്നെ അദ്ദേഹം ചെയ്തു. മാത്രമല്ല ആ പരിഷ്കരണം വരുമ്പോൾ എല്ലാ സബ്ജക്റ്റിലേക്കും അത് വരുമല്ലോ. അതനുസരിച്ച് കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഈ വെള്ളിയാഴ്ച ഓതുന്ന ഖുതുബ ഉണ്ടല്ലോ, വെള്ളിയാഴ്ച ഓതുന്ന പ്രസംഗം ഖുതുബ, അത് അറബിയിൽ ഓതിയ ജനങ്ങൾക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് തുർക്കി ഭാഷയിൽ ഓതണം എന്ന് പറഞ്ഞു. അങ്ങനെ ലോക ചരിത്രത്തിൽ ആദ്യമായി അനറബി ഭാഷയിൽ ഖുതുബ നിർവഹിക്കാൻ കൽപ്പിച്ചത് തുർക്കിയിലെ കമാൽ പാഷയാണ്. ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന പരമാർത്ഥമാണ്. അതിൽ അഭിപ്രായ വ്യത്യാസമില്ല, എല്ലാവർക്കും അതറിയാം. ഇതറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഗ്രന്ഥമെടുത്ത് നോക്കിയാൽ വ്യക്തമായി കാണാൻ കഴിയും. റഷ്യൻ ഭാഷയിൽ ഖുതുബ തുടങ്ങിയപ്പോൾ ജനങ്ങൾ ബഹളം കൂട്ടി, കാരണം അവർക്ക് അതുവരെ പരിചയമില്ല. മനസ്സിലായോ? ഇങ്ങനെ പല പരിഷ്കരണങ്ങളും ആര് വരുത്തിയിട്ടുണ്ട്? കമാൽ പാഷ തുർക്കിയിൽ വരുത്തി. അപ്പോൾ അതിനെ തുടർന്ന് കൊണ്ട് പല സ്ഥലങ്ങളിലും അങ്ങനെ പരിഷ്കരണങ്ങൾ വരുത്തണമല്ലോ എന്ന് പറഞ്ഞ് ചിലവർ അതിനെ അനുകൂലിച്ചു, ചിലവർ അതിനെ പ്രതികൂലിക്കുകയുണ്ടായി. അങ്ങനെ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ ആദ്യത്തിൽ പറഞ്ഞില്ല, ഇന്നത്തെ പണ്ഡിതന്മാരും അന്നത്തെ പണ്ഡിതന്മാരും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ഒരിക്കൽ ഇദ്ദേഹത്തോട്, ഞാൻ പറഞ്ഞു വരുന്ന പണ്ഡിതനോട്, അതായത് അബ്ദുള്ള മുസ്ലിയാരോട്, എൻ്റെ പിതാവിനോട് ഞാൻ ചോദിക്കുകയുണ്ടായി, ഈ ഖുതുബ ഇവിടെ ഈ മലയാളത്തിലൊക്കെ ഓതുന്നത് കാണുന്നുണ്ടല്ലോ, പല സ്ഥലത്തും ഓതിയിട്ടുണ്ടല്ലോ, പല സ്ഥലത്തും മലയാളത്തിൽ ഓതി എന്ന് പറയുന്നുണ്ടല്ലോ, അത് എപ്പോൾ തുടങ്ങി, എങ്ങനെ തുടങ്ങിയതാണ്? അതേ അറബിയിലാണ് ഓതിയത് എന്നല്ലേ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് പല മഹല്ലുകളിലും പല സ്ഥലത്തും മലയാളത്തിൽ ഓതുന്നുണ്ടല്ലോ, അത് പിന്നെ എങ്ങനെ തുടങ്ങിയതാണ്? അത് മുജാഹിദുകൾ തുടങ്ങി അങ്ങനെ തുടങ്ങിയതാണ്. മുജാഹിദുകളാണ് പിന്നെ അവർ ആദ്യം പരിഭാഷപ്പെടുത്തണമെന്നുള്ള അഭിപ്രായക്കാരാണ്. എന്നാൽ സുന്നികളും പലവരും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടല്ലോ, പലവർക്കും അത് അറിയുകയും ചെയ്യാലോ. അതിൻ്റെ പശ്ചാത്തലം എന്താണ്? അപ്പോൾ എനിക്ക് പറഞ്ഞു തന്നു. അത് തിരൂർക്കാരൻ ഒരാൾ, ഒരു മൊയ്ലിയാർ, വെള്ളിയാഴ്ച ഓതുന്ന, അധിക സ്ഥലത്ത് ഓതുന്ന നബാത്തിയ ഖുതുബക്ക് ഒരു ട്രാൻസ്ലേഷൻ എഴുതി. വെള്ളിയാഴ്ച ഓതുന്ന അറബി ഭാഷയിലുള്ള നബാത്തിയ ഖുതുബക്ക് മലയാളത്തിലൊരു പരിഭാഷ എഴുതിയ അയാൾ. അങ്ങനെ ആ പരിഭാഷയായിട്ട് ആ കാലത്ത് ജനങ്ങളെല്ലാം ബഹുമാനിക്കുന്ന വലിയ വലിയ പണ്ഡിതന്മാരുടെ അടുക്ക പോയി. എന്നിട്ട് പറഞ്ഞിതാ, ഇത് ഞാൻ നബാത്തിയ ഖുതുബൻ്റെ ട്രാൻസ്ലേഷൻ എഴുതിയതാണ്, അതിൻ്റെ പരിഭാഷ എഴുതിയതാണ്, ഇത് നിങ്ങളൊന്ന് നോക്കണം. ഈ മൂലഗ്രന്ഥവുമായിട്ട്, അറബിയിൽ എഴുതിയ
ഈ ഗ്രന്ഥവുമായിട്ട് ഈ പരിഭാഷയായിട്ട് വല്ല വ്യത്യാസമുണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങളിത് സർട്ടിഫൈ ചെയ്യണം, തെറ്റുണ്ടോ ഇല്ലേ. അപ്പോൾ അവർ ശരിക്കും അക്കാലത്തുള്ള ഓരോ പണ്ഡിതന്മാർ, അറിയപ്പെടുന്ന പ്രധാന പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു ഈ വെള്ളിയാഴ്ച ഓതിക്കൊണ്ടിരിക്കുന്ന നബാത്തിയ ഖുതുബിൻ്റെ ഈ പരിഭാഷയിൽ യാതൊരു തെറ്റുമില്ല, വളരെ സത്യമാണ്, വളരെ ശരിയാണ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്, വെള്ളിയാഴ്ച ഖുതുബ പരിഭാഷപ്പെടുത്തണമെന്നല്ല. ഇയാൾ എഴുതിയതുണ്ടല്ലോ, ഈ ട്രാൻസ്ലേഷൻ ചെയ്തത്, ആ ട്രാൻസ്ലേഷൻ ചെയ്ത സെൻറ്റൻസ് അറബി സെൻറ്റൻസിന് അനുയോജ്യമായ രൂപത്തിൽ തന്നെയാണ് മലയാള സെൻറ്റൻസുകൾ അയാൾ എഴുതിയിട്ടുള്ളത്. ആ ഒരു വേർഡിനോ അല്ലെങ്കിൽ സെൻറ്റൻസിനോ അർത്ഥം വെച്ചത് യാതൊരു തെറ്റുമില്ല, ഒരു വ്യത്യാസമില്ല എന്ന് അയാൾ പറഞ്ഞത്. അങ്ങനെ പല പണ്ഡിതന്മാരുടെ അടുത്ത് കൊണ്ടുപോയി അവരെല്ലാം ഒപ്പുവെച്ചു. അന്ന് ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ. ജനങ്ങൾ പൊതുവെ കേട്ട് പണ്ഡിതന്മാർ, ഇന്ന് നമ്മൾ ബഹുമാനിക്കുന്ന സർവ്വ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്, വെള്ളിയാഴ്ച ഓതുന്ന ഖുതുബ അത് പരിഭാഷയിൽ, അതിൻ്റെ പരിഭാഷയിൽ ഒരു ജമാഅത്തിയ ഖുതുബ പരിഭാഷപ്പെടുത്തുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് പണ്ഡിതന്മാർ. അങ്ങനെയാണ് അത് തുടങ്ങിയതെന്ന് പറഞ്ഞു. അങ്ങനെ പല സ്ഥലത്തും തുടങ്ങി. അതുവരെ അറബിയിൽ ഓതുന്ന പല സ്ഥലങ്ങളിലും പരിഭാഷപ്പെടുത്താൻ തുടങ്ങി. പ്രത്യേകിച്ച് പെരുന്നാളിൻ്റെ ഖുതുബ, വെള്ളിയാഴ്ചൻ്റെ ഖുതുബ ഒക്കെ പരിഭാഷപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെയാവും പല പണ്ഡിതന്മാർക്കും അത്ഭുതമായി. അവർ ചെന്ന് അവരോട് ചോദിച്ചു, അല്ല നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ വെള്ളിയാഴ്ച ഖുതുബ പരിഭാഷ ചെയ്യുന്നത്? ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ എഴുതിയതല്ലേ ഈ കാണുന്നത്, നിങ്ങളല്ലേ ഇതിന് സർട്ടിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞു, അതല്ല ഇയാൾ നബാത്തിയ ഖുതുബയ്ക്ക് ഒരു പരിഭാഷ എഴുതിയപ്പോൾ ആ പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് മൂലവാക്യങ്ങളുമായിട്ട് വ്യത്യാസമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു, അല്ലാതെ വെള്ളിയാഴ്ച മലയാളത്തിൽ ഖുതുബ പോകുന്നതിന് തെറ്റില്ല എന്നല്ല ഞങ്ങൾ പറഞ്ഞു. എന്നാൽ ജനങ്ങൾ ധാരാളം തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്ന് പറയുകയും, എന്നാൽ പിന്നെ നിങ്ങളൊക്കെ വരണം എന്ന് പറഞ്ഞു. അപ്പോഴും ചിലവരൊക്കെ മരിച്ചും പോയിട്ടുണ്ട്. ഏതായാലും ഹയാത്തിലുള്ള ആളുകളെല്ലാം മീൻചന്ത എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരുമിച്ച് കൂട്ടി എന്നിട്ട് പറഞ്ഞു, ഞങ്ങളും പറഞ്ഞു വെള്ളിയാഴ്ച ഖുതുബ പരിഭാഷപ്പെടുത്തണം എന്നല്ല, വെള്ളിയാഴ്ച ഒന്ന് നബാത്തിയ ഖുതുബിൻ്റെ ട്രാൻസ്ലേഷൻ അയാൾ ചെയ്തിൽ തെറ്റില്ല എന്നാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് പല ആളുകളും പിന്നീട് എന്ത് ചെയ്തു, അത് പരിഭാഷ സ്റ്റോപ്പ് ചെയ്തു. ഞാൻ അപ്പാനോടൊക്കെ ചോദിച്ചു, ഈ പരിഭാഷപ്പെടുത്തി എന്താ തെറ്റ്? അപ്പോൾ പറഞ്ഞാൽ അറബിയിലോതി അതിൻ്റെ സുന്നത്തുണ്ട്, അറബിയിലോതിയ സുന്നത്താണ്, അല്ലെങ്കിൽ പിന്നെ സുന്നത്തൊന്നും കിട്ടില്ല. പിന്നെ ആരും അത് ചെയ്തിട്ടില്ല. തുർക്കിയിൽ കമാൽ പാഷ ആദ്യം ചെയ്തതെന്നല്ലാതെ വേറെ ആരും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ചോദിക്കുമ്പോൾ, എന്നിട്ടോ അയാളെ സ്ഥിതി എന്താ, അതല്ലേ അറിയേണ്ടത്. തിരൂർക്കാരനെ പറ്റിയിട്ട് പിന്നെ ചെണ്ടയും മുട്ടിയിട്ടല്ല അയാളെ ടൗണിലൂടെ കൊണ്ടു നടന്നത് എന്ന് പറഞ്ഞാൽ അത് പ്രത്യേക ഒരു പേഷനാക്കി പറഞ്ഞാണെന്ന് എനിക്കറിയില്ല. ചെണ്ടയും മുട്ടിയിട്ടല്ല അയാൾ ജനങ്ങൾ കൊണ്ടു നടന്ന് ടൗണിലൂടെ എന്ന് പറഞ്ഞാൽ അയാളെ വളരെയധികം ആക്ഷേപിച്ചു എന്നായിരിക്കണം ആ പറഞ്ഞിട്ടുള്ളത്. അതിന് ഭയങ്കര കോലാഹലങ്ങളും പ്രശ്നങ്ങളുമായി പല സ്ഥലത്തും. അങ്ങനെ രണ്ടാമത് അറബിയിൽ തന്നെ റസൂലുള്ളാഹിൻ്റെ കാലം മുതൽ നടന്നു പോരുന്ന അതേ രൂപത്തിൽ തന്നെ പിന്നെ പരിഭാഷയില്ലാതെ തുടങ്ങി. അങ്ങനെ ഒരു സംഗതി ചോദിച്ചാൽ അതിൻ്റെ പശ്ചാത്തലം എന്താണ്, അതെങ്ങനെ തുടങ്ങി എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് പിന്നെ ഇദ്ദേഹം പറഞ്ഞു തരുന്ന പതിവുണ്ടായിരുന്നു. അതൊന്നും ഈ കാലത്തെ പണ്ഡിതന്മാർ ചിലതിന് പറഞ്ഞാൽ പിന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും, 100 അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഈ സംസാരത്തിൻ്റെ ആദ്യം ഒരു പദ്യം ചൊല്ലി, അതും ഉപ്പ ഉണ്ടാക്കിയത് തന്നെ, നിമിഷ കവിയാണെന്ന് പറഞ്ഞല്ല, പെട്ടെന്ന്. അതുപോലെ അദ്ദേഹം എഴുതിയ പദ്യമാണ് വേറൊന്ന്. ഞാനൊരു ഇടവേളക്ക് പറയാം. ഖിദിനുൽ ജിദാബിന ബദദീനുൽ അംബിയ വബാദി ഇല്ലാ വജൂദൻ ലിൽബാദി മിൻ ദിദാദിൽ ദാനത ജുന്ദില്ലാ. ഇതിൽ ദാലുകൾ ധാരാളമുണ്ട്. ഒരേ രൂപത്തിലെ അക്ഷരങ്ങൾ ഈ പ്രാസൊത്തു വരൽ വളരെ രസാവഹമാണ് കേൾക്കാൻ. അതല്ല, ബട്ടക്കളത്തിന് നടു പൊട്ടപ്പോൾ ബട്ടക്കളത്തിന് നടു ബട്ടക്കരുത്തം തിരു ബട്ടം വിളിത്ത പിറകേ വള്ളിപ്പുലി സൂപരള്ളി പുറപ്പെടവേ തുള്ളിക്ഷണത്തിലവനുൾ എന്ന് ബദറിലില്ല മൊയ്കുട്ടിയൊരു വൈദ്യാർ പാട്ടിൽ. അതുപോലെ പല ഭാഷയിലും ഒരേ രൂപത്തിൽ വരുന്ന സംഗതിയുണ്ട്. ഖിദ്നുൽ ജദാബിന ബദദീനുൽ അംബിയ വബാദി ഇല്ലാ വജൂദൻ ലിൽബാദി മിൻ ദിദാദിൻ ലിൽഹു ദാനത ജുന്ദില്ലാ. ഖിദ്നുൽ ജദാബിന ബദദീനുൽ അംബിയ വബാദി ഇല്ലാ വജൂദൻ ലിൽബാദി മിൻ ദിദാദിൻ ലിൽഹു ദാനത ജുന്ദില്ലാ.
അസ്റുൽ മലഗദ ബിദീനിൻ ബുദീരി ദുആയി ലായഖി കുല്ലൻ തമത്തി ലദാ ഹൗലൻ മിൻ വദാനവനാരിൽ ലാം നഹ്ജുൽ ഇബാദി ബിശൈഖുൽ അംബിയ വഖാലിലുല്ലാഹ് نجب العبادي وبشيخ الأنبياء وخليل الله نجاه يا من رضابي ومن سوء لله نور الله كدن الجدابين بد دين الأنبياء وهبادي لا وجودا للعبادي لذا قاد للهدى ند جند الله. നമ്മളല്ലേ നിമിഷകവി എന്ന് പറഞ്ഞ വല്ലാത്ത നിമിഷകവിയാണ്. ഒരിക്കൽ ഇദ്ദേഹത്തെ ഒരു പള്ളി ഉദ്ഘാടനത്തിന് കൊണ്ടുപോയി. പള്ളി ഉദ്ഘാടനത്തിന് കൊണ്ടുപോയപ്പോൾ ചോദിച്ചു, ആ പള്ളിയൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്, എവിടെ ഹൗൾ എവിടെ? അപ്പോൾ പള്ളി കമ്മിറ്റി പറഞ്ഞു, ഹൗൾ ഉണ്ടാക്കിയിട്ടില്ല, അത് പിന്നെ ഉണ്ടാക്കാം. അന്നൊക്കെ അധികം ഹൗൾ ഉണ്ടാവില്ല, കുറച്ച് ദൂരത്തൊരു കുളം ഉണ്ടാവും, അവിടെ നിന്ന് ദൂരത്ത് വരലാണ്. അപ്പോൾ പറഞ്ഞു, അത് ശരിയായില്ല, നിങ്ങൾ പള്ളി ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഹൗൾ ഉണ്ടാവണം, ഒളു ഉണ്ടാക്കാൻ വേണ്ടി അംഗസ്നാനം ചെയ്യാനുള്ള ഹൗൾ ഉണ്ടായിരിക്കണം, ഒളു എടുക്കാനുള്ള. കാരണം അക്കാലത്തൊന്നും പൈപ്പിൻ്റെ പരിപാടി ഇല്ലല്ലോ, എല്ലാം കുളത്തുനിന്ന് ഒളു ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ അംഗസ്നാനം ചെയ്യും ആരാധനത്തിൻ്റെ മുമ്പ്, ആ ഒളു ഉണ്ടാക്കും. അപ്പോൾ അതിനായിട്ട് ഒരു ഹൗൾ ഉണ്ടാവും. അപ്പോൾ ഈ പള്ളിക്ക് നിങ്ങൾ ഹൗൾ ഉണ്ടാക്കാത്ത മോശമായിപ്പോയി, അത് ഞങ്ങൾ എന്നാൽ പിന്നെ ഇപ്പം ഉണ്ടാക്കാൻ കഴിയും, ഇപ്പം തന്നെ ഉണ്ടാക്കാം. അങ്ങനെ ആവേശത്തോടുകൂടി എല്ലാവരും ഏതാനും മണിക്കൂറുകൾ കൊണ്ട് സർവ്വ ആളും ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നല്ലേ, എല്ലാവരും കൂടി പെട്ടെന്ന് ഹൗൾ ഉണ്ടാക്കി. ആ വെള്ളത്തിൻ്റെ ചെറിയ തടാകം ഉണ്ടാക്കി നിർത്തും. അങ്ങനെ ഹൗൾ ഉണ്ടാക്കിയപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ പിന്നെ ഹൗൾ ഞങ്ങൾ ഉണ്ടാക്കിയില്ല, നിങ്ങൾ അതിനെപ്പറ്റി എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞു. ഈ ഹൗളിനെ പറ്റിയിട്ട്, ഹൗൾ ഉണ്ടാക്കിയതിനെ പറ്റി ഞങ്ങൾക്ക് ദ്വാരക്കണം, ഇതിനെ സംബന്ധിച്ച് നിങ്ങളൊന്ന് വർണ്ണിച്ച് പറയണം എന്ന് എൻ്റെ അഭിവന്യ പിതാവിനോട് ആവശ്യപ്പെട്ടപ്പോൾ പറയേണ്ട താമസം യൗമൽ ജവാജിബിയൻ റംളാന ഫീഹാ ബിസ്തഹിരി മിൻ ഹിജ്റത്തിൽ മുഖ്താരി ബാഗിഹാ യൗമൽ ജവാജിബി മിൻ റംളാന ഫീഹാ ബിസ്തഹിരി മിൻ ഹിജ്റത്തിൽ മുഖ്താരി ബാഗിഹാ تم البناء لها ذا الحوض ما فيها تم البناء لها ذا الحوض ما فيها سبب رب جزاء خير لبانيها أما الجزاء لصني الله باريها أدى لكل مراد كل سعيها صلى الله على خير الملا فيها أدى بياء لكل تاليها. ആളുകൾ അത്ഭുതപ്പെട്ടു പോയി. ചുരുക്കത്തിൽ ഈ ഹൗദ് ഉണ്ടാക്കിയ ആളുകൾക്കും ഇവിടെ ഒളു എടുക്കുന്ന ആളുകൾക്കും ഇവിടുത്തെ ഹൗദിലെ വെള്ളത്തിൻ്റെ കണക്കനുസരിച്ചും സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവേ നീ ഖൈറും ബർക്കത്തും നൽകണേ എന്നാണ് പറഞ്ഞത്. യൗമൽ ജബാജിബി മിൻ റംളാന ഫീഹാ ബിസ്തൈരി മിൻ ഹിജ്റത്തിൽ മുഖ്താരി ബാഗിഹാ. അങ്ങനെ അക്കാലത്ത് പല പണ്ഡിതന്മാരും വലിയ പണ്ഡിതന്മാർ, അവർ ഏത് സംശയം ചോദിച്ചാലും സംശയം തീർത്തു തരും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊക്കെ ചെറിയതായ കാലഘട്ടത്തിൽ ഒരു നീളക്കുപ്പായിട്ട് തലക്കെട്ടും കെട്ടിയിട്ട് താടിയൊക്കെ വെച്ചിട്ട് ഒരു മനുഷ്യൻ, അയാൾ കാണുന്ന ഹോട്ടലുകളിലും ജനങ്ങൾ കൂടുന്ന സ്ഥലത്തൊക്കെ വന്നിട്ട് പറയും, ഖുർആൻ ഇങ്ങനെ ഓതും, മൂസാനബിൻ്റെ ഈസാനബിൻ്റെ കഥയൊക്കെ പറയും. എന്നിട്ട് പറയും, ഇതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, ഇതാണ് നമ്മളുടെ അടിസ്ഥാന ഗ്രന്ഥം, ഇതാണ് പരിശുദ്ധ ഖുർആൻ. അപ്പോൾ നിസ്കരിക്കണമല്ലോ, നിസ്കരിക്കണം, നിസ്കാരം 5 ഒന്നും വേണ്ട, ഒരു 3 വക്ത് നിസ്കരിച്ചാൽ മതി എന്ന് പറയും. 5 വക്തല്ല, 3 വക്ത് മതി. കുറേ ദിവസം കഴിഞ്ഞാൽ അങ്ങനെ 3 വക്ത് പറയലോടി. പിന്നെ
ഹദീസിൽ അങ്ങനെ ഉണ്ടല്ലോ ഇങ്ങനെ ഹദീസൊന്നും സ്വീകരിക്കരുതെന്ന് പറയും. ഹദീസൊന്നും സ്വീകരിക്കാൻ പറ്റില്ല. ഓരോ അമ്പിയാക്കന്മാർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ ഗ്രന്ഥം കൊടുത്തിട്ടുണ്ട്. ആ ഗ്രന്ഥമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ അയാൾ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ ആളുകളെ കിട്ടി. പിന്നെ അയാളെ ഒരു രക്ഷയില്ലാതെ ആരും അയാളെ വർത്താനം കേൾക്കില്ല എന്ന് മനസ്സിലായി. അങ്ങനെ സ്ഥലത്ത് നിന്ന് അയാൾ ഒഴിഞ്ഞു പോയി, നാട്ടിൽ നിന്ന് തന്നെ. അപ്പം വേറൊരു കൂട്ടർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ സ്വീകരിക്കേണ്ട ഇതാണ്. അഹ്ലെ ഹദീസ് എന്ന് പറഞ്ഞൊരു കൂട്ടർ വന്നു. അത് മുജാഹിദുകളല്ല, അഹ്ലെ ഹദീസുകാർ. അവർ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല നബിമാരെ പ്രത്യേകം സെലക്ട് ചെയ്യണം, അവർക്ക് നല്ല അറിവും ബുദ്ധിയും കാര്യവും കൊടുത്തിട്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു തആല തിരഞ്ഞെടുത്തു, സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഖുർആൻ നമുക്ക് പറഞ്ഞു തരാൻ. കാരണം ഖുർആൻ നേർക്ക് നേരെ നോക്കിയാൽ നമുക്കത് മനസ്സിലാവില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഖുർആൻ മനസ്സിലാവുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ മനസ്സിലാക്കിയിട്ട് നമുക്ക് തന്ന ആ ഡീറ്റെയിൽസ്, ആ വിശദീകരണം, അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഖുർആനല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്, ഹദീസാണ് സ്വീകരിക്കേണ്ടത് എന്നർത്ഥം. അങ്ങനെ കുറച്ച് കുട്ടികളെയൊക്കെ അയാൾക്കും കിട്ടി. അങ്ങനെയുള്ള കാലഘട്ടം ധാരാളം ഉണ്ടായിരുന്നു. പലതരം ആശയക്കാരുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇപ്പോൾ അതെല്ലാം പോയി. അതിനൊക്കെ പണ്ഡിതന്മാർ വേണ്ട രൂപത്തിൽ തന്നെ കൈകാര്യം ചെയ്തു. ജനങ്ങൾക്ക് കാര്യങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് തന്നെ വെണ്ണിക്കൊടി പാറിക്കൊണ്ട്, വിജയത്തിൻ്റെ കൊടി പാറിക്കൊണ്ട് അത് മുമ്പോട്ട് ചലിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കണം. അപ്പോൾ പല പണ്ഡിതന്മാർ, കണ്യത്ത് അഹമ്മദ് മുസ്ലിയാർ മഹാനായ പണ്ഡിതനാണ്, ശംസുൽ ഉലമൻ്റെ ഉസ്താദന്മാരിൽപ്പെട്ട പ്രധാന ഉസ്താദാണ്. ഞാൻ കണ്യത്തിൻ്റെ കൂടെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. എന്നെക്കാളും പ്രായം വളരെയധികം ഉണ്ട്. വലിയ മഹാപണ്ഡിതനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ചില സംഗതികൾ ചോദിച്ചാൽ വളരെ വിശദീകരിച്ച് പറഞ്ഞുതരും. അതെല്ലാം ഒറ്റ വാക്കിലാണ് പെട്ടെന്ന് പറയുകയും ചെയ്യും. ഒരിക്കലൊരാൾ വന്നു. അന്ന് ഈ ബറാത്തിൻ്റെ നോമ്പിൻ്റെ സമയമാണ്. ബറാത്തിൻ്റെ കുറച്ച് ദിവസം മുമ്പ് വന്നു. ഒരു താടിയൊക്കെ ഉണ്ട് അയാൾക്ക്, ഒരു മൊയ്ത് ഹജ്ജി എന്നിട്ട് അയാളെ പേര്. തൃക്കരിപ്പൂർ, വൈക്കോട്ട് കടവ്, തൃക്കരിപ്പൂർ ആ ഭാഗത്ത് വിടുന്ന അയാൾ വന്നിട്ട് ഞാനായിട്ട് കണ്ട് സംസാരിച്ചു. ഉസ്താദ് ഇരുന്ന് കാണണം, കണ്യത്ത് ഉസ്താദ് ഇരുന്ന് കാണണം. അപ്പോൾ ചിലവരൊക്കെ, ഞാനും അവിടെ അധ്യാപനായതുകൊണ്ട് എൻ്റെ കെയർ ഓഫിലായിട്ട് കണ്യത്തിനെ കാണും. അപ്പോൾ കണ്യത്തായിട്ട് വളരെ ടച്ചുള്ള ഒരാൾ എന്നുള്ള ആൾക്ക് അദ്ദേഹത്തിൻ്റെ പല ഫത്വയും ഞാനാണ് എഴുതിയിരുന്നത്. അദ്ദേഹം പറയും എന്നോട് ഫത്വ എഴുതാൻ, സുവാൽ എഴുതുമെന്ന് പറയും, എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ എഴുതാൻ. പിന്നെ അതിൻ്റെ ആൻസർ കിതാബിൻ്റെ ഇബാറത്ത്, എൻ്റെ സെൻറ്റൻസ് പറഞ്ഞു തരും. എന്നിട്ട് അതിൻ്റെ അടിയിൽ മൂപ്പര് ഒപ്പിടുകയും ചെയ്യും. എന്നോട് പറഞ്ഞാൽ ഒരു ഇത് എഴുതണമെന്ന് പറഞ്ഞു. ബറാത്തിൻ്റെ നോമിനെ പറ്റി ഒന്ന് എഴുതണം. നമ്മുടെ എന്താണ് എഴുതേണ്ടത്, എങ്ങനെ. അപ്പോൾ ഉസ്താദന്മാർ കുറേ ഉണ്ട്. ഇപ്പോൾ എല്ലാവരും എഴുതുമെന്ന് പറഞ്ഞപ്പോൾ പല ഉസ്താദന്മാർ ബാക്കൗട്ട് അടിച്ചു. കാരണം എന്തെങ്കിലും വായനയിൽ തെറ്റുന്നതിനോ എന്തോന്ന് അറിയില്ല, ചിലവരൊക്കെ ബാക്കൗട്ട് അടിച്ചു. അപ്പോൾ എന്നോട് എഴുതുമെന്ന് പറഞ്ഞു. എന്നെ ബഷീറുദ്ദീൻ മൊയ്ലിയായിരുന്നാണ് വിളിക്കുക. ബഷീറുദ്ദീൻ മൊയ്ലിയാർ എഴുതുന്നു. അപ്പോൾ എന്താ എഴുതേണ്ടത്? അപ്പോൾ എനിക്ക് കിതാബ് കാണിച്ചു തന്നു. അപ്പോൾ ഫത്താവ റംലി, ഇമാം റംലി റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്, വലിയ മുഫ്തിയായിരുന്നു. അപ്പം ഇമാം റംലിയോട് ചോദിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ, ഇമാം റംലി ചോദിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇമാം റംലിയോട് ചോദിച്ചു, ഈ ബറാത്തിന് പ്രത്യേകത കൽപ്പിച്ചിട്ട് നോമ്പുണ്ടോ എന്ന് ചോദിക്കപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യാമുൽ ബീദിൽ പെട്ടു എന്നുള്ള നിലക്ക് സുന്നത്താണ്. ആ ഒറ്റ വാക്ക് എഴുതി കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എഴുതി അത് കൊടുക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ എഴുതി കൊടുത്ത് ആര് സ്വീകരിക്കാനാണ്, ഏത് പൂച്ച സ്വീകരിക്കുമെന്ന് ചോദിച്ചാൽ, ഞാൻ ഒപ്പിട്ടാൽ പോരെ. എന്നാൽ എഴുതുക അതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഫത്വയും വാങ്ങിയിട്ട് പോയി. ഇമാം റംലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ബറാത്തിന് നോമ്പുണ്ടോന്ന്. അപ്പോൾ അയ്യാമുൽ ബീദിൽ പെട്ടു എന്നുള്ള നിലയ്ക്ക് സുന്നത്താണ് എന്ന് ഇമാം റംലിയുടെ ഒരു ഇബാറത്തുണ്ട്. അപ്പോൾ ഇമാം റംലി അതിനെപ്പറ്റി വേറെ എവിടെയോ പറഞ്ഞോ എന്നുള്ളൊന്നും നോട്ടമില്ല. പെട്ടെന്ന് അദ്ദേഹം എന്തോ ആ സന്ദർഭത്തിൽ അങ്ങ് എഴുതി കൊടുത്തു. അതുമായിട്ട് അയാൾ പോയി. പിറ്റേന്നും ജനങ്ങൾ വരാൻ തുടങ്ങി. ജനങ്ങൾ വന്നിട്ട് പറഞ്ഞു ഉസ്താദിനോട്, അല്ല ഉസ്താദെ, നിങ്ങളെന്താ ചെയ്തു? ജനങ്ങൾ പഴയ കാലം മുതലേ ബറാത്തിൻ്റെ നോമ്പ് നോറ്റ് പോയിരുന്നല്ലേ, അത് ഇല്ല എന്ന് നിങ്ങൾ ഫത്വ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല നോമ്പ് നോൽക്കണം. നിങ്ങൾ പറഞ്ഞില്ലേ ബറാത്തിൻ്റെ നോമ്പ് നോൽക്കണ്ടെന്ന്? ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ നോമ്പ് നോൽക്കുമല്ലോ, ഞാനും ബറാത്തിന് നോമ്പുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെന്താ നിങ്ങൾ എഴുതി കൊടുത്തു? അത് ഞാൻ റംലി ഇമാമിൻ്റെ അഭിപ്രായം എഴുതി കൊടുത്തല്ലേ. ഇമാം റംലി ചോദിക്കപ്പെട്ടു. അപ്പം അദ്ദേഹം അയ്യാമുൽ ബീദിൽ പെട്ടു എന്നുള്ള ആൾക്ക് സുന്നത്താണെന്ന് പറഞ്ഞാൽ അത് എഴുതി കൊടുത്തതല്ലേ എന്ന് പറഞ്ഞു. ഉസ്താദ് എന്താ പറയുന്നത്? ഇമാം റംലി എന്തെങ്കിലും പറയട്ടെ, ഉസ്താദിൻ്റെ അഭിപ്രായത്താണ്. അപ്പോൾ പറഞ്ഞു, എൻ്റെ അഭിപ്രായം നോക്കുന്നുണ്ടെന്നാണ്, എന്നാൽ അതൊന്ന് എഴുതി തരുമോ? എഴുതി തരാമല്ലോ. അങ്ങനെ എഴുതി കൊടുത്തു. അതുമായിട്ട് പോയി. പിന്നെ രണ്ട് കൂട്ടരും വന്ന്, എന്നിട്ട് ഇതെന്താ അത്ഭുതമാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കരതായി. അത് ഞാൻ ഇമാം റംലിയുടെ അഭിപ്രായം എഴുതിയതാണ്, മറ്റത് എൻ്റെ അഭിപ്രായം ഞാൻ എഴുതിയതാണ് എന്ന് പറഞ്ഞു.
അപ്പോൾ അതിനിടയിൽ സൗഖ്യമില്ല ഒരു ഫത്വ ഇറക്കി. അദ്ദേഹം പറഞ്ഞു, ഒരു മുഫ്തിനോട് വന്ന് ചോദിച്ചാൽ ഇമാം റംലി അങ്ങനെ പറയുന്നു, മറ്റേ ഇമാം ഇങ്ങനെ പറയുന്നു എന്നല്ല പറയേണ്ടത്. അതെല്ലാം നോക്കിയിട്ട് തനിക്കതിൽ നിന്ന് എന്താ മനസ്സിലായത് അതാണ് പറയേണ്ടത്, അങ്ങനെയാണ് ഫത്വ ചെയ്യേണ്ടതെന്ന് അദ്ദേഹം ഒരഭിപ്രായം എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അന്ന് എൻ്റെ പിതാവുള്ള കാലഘട്ടമാണ്. അപ്പോൾ അവനോട് ചോദിക്കുമ്പോൾ മറുപടി കിട്ടുമെന്ന് എനിക്കറിയാം. ഞാൻ ഉടനെ പോയി ഉപ്പാൻ്റെ അടുത്ത് പോയി. എന്നിട്ട് പറഞ്ഞു, ഈ ബറാത്തിൻ്റെ നോമ്പ് അപ്പം എന്നോട് പറഞ്ഞ് 4 മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിലും ഹദീസിൻ്റെ അടിസ്ഥാനത്തിലും അത് സുന്നത്താണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് കിതാബ് എടുത്തുവെക്കെന്ന് പറയും. എപ്പോൾ എന്തിനും കിതാബ് എടുക്കുക എന്ന് പറയും. അല്ലാതെ ഏതെങ്കിലും നോട്ട് ബുക്കിൽ എഴുതിയതോ ലേഖനം എഴുതിയതോ എന്ത് ലേഖനം എഴുതിയാലും എന്നോട് പറഞ്ഞു, ഇബ്നുൽ ഖയ്യിമിന് ഒരു സ്വഭാവമുണ്ട്, ഇങ്ങനെയാണ് എൻ്റെ മുൻഗാമികളായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു എന്ന് പറയും. അത് കേട്ടിട്ട് ചില ആളുകൾ അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കും. ചിലപ്പോൾ പല കിതാബുകളിലും പറഞ്ഞിട്ടുണ്ട് ഇബ്നുൽ ഖയ്യിം പറയും, അതേ സന്ദർഭത്തിൽ ഒറ്റ കിതാബിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. മഹാപണ്ഡിതനാണ് ഇബ്നുൽ ഖയ്യിം എന്ന് പറഞ്ഞത്, ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനാണ്. പക്ഷേ ഇങ്ങനെയൊരു സ്വഭാവമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏതാ കിതാബ്? അപ്പോൾ എനിക്കൊരു കിതാബ് എടുത്താണ്. 4 മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ് ഈ കിതാബ്. അഹമ്മദ് അമീനുൽ ഖുർദി റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബാണ്. അഹമ്മദ് അമീൻ ഖുർദിയുടെ കിതാബാണ്. മുർഷിദുൽ അവാം ലി അഹ്കാമിൽ സിയാം എന്നാണ് കിതാബിൻ്റെ പേര്. വായിച്ചു നോക്ക്, എന്താ അവിടെ പറയുന്നത്, വായിക്കുക. അപ്പോൾ ഞാൻ നോക്കി. അപ്പോൾ അവിടെ കണ്ടു, യുസ്തഹബ്ബു ഇൻദൽ അർബഅ, 4 ഇമാമിയങ്ങളുടെ അടുക്കലും സുന്നത്താക്കപ്പെടും സോമി ഷഅബാൻ നോമ്പ്, ഖുസൂസൻ യൗമിൻ നിസ്ഫി മിൻഹു, പ്രത്യേകിച്ച് അതിൻ്റെ പകുതിക്കുള്ള നോമ്പ്. മനസ്സിലായോ? ഷഅബാൻ പകുതി നോമ്പ്. എന്നിട്ട് ഫഅൻ ഉസാമത്ത് ബിൻ സൈദിൻ ഖാല ഖുൽതു യാ റസൂലല്ലാഹ് ലം അറാക തസൂമു മിൻ ദഹരി മിന ശുഹൂർ മാ തസൂമു മിൻ ശഹരി ഷഅബാൻ. സഹാബാക്കൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, ആരാ പറയുന്ന? ഉസാമയിൽ നിന്നാണ് റിവായത്ത്. അദ്ദേഹം പറയുകയാണ്, ഖാല കുൽത്തു, ഞാൻ ചോദിച്ചു, അള്ളാഹിൻ്റെ റസൂലേ, നിങ്ങളെ ഞാൻ കാണുന്നില്ലല്ലോ നോമ്പ് നോൽക്കുന്നത്, ഈ വല്ലാതെ നോൽക്കുന്നല്ലോ, ഷഅബാനിൽ നിങ്ങൾ വല്ലാതെ നോമ്പ് നോൽക്കുന്നല്ലോ, വേറൊരു മാസത്തിലും അങ്ങനെ കാണുന്നില്ലല്ലോ. അപ്പോൾ റമദാനിൽ പിന്നെ ഏതാനും നിർബന്ധമായ നോമ്പാണല്ലോ, മറ്റുള്ള മാസങ്ങളിൽ സുന്നത്തായ നോമ്പുകളുണ്ടല്ലോ, എന്നാൽ ഷഅബാനിൽ നിങ്ങൾ വല്ലാതെ നോമ്പ് വായിക്കുന്നുണ്ടല്ലോ. അതാക്ക ഷെഹ്റുൻ. അപ്പം പറഞ്ഞു, അതെ, ദാക്ക ഷെഹ്റുൻ തഗ്ഫുലുൻ നാസു അൻഹു, ജനങ്ങൾ അശ്രദ്ധമാകുന്ന ഒരു മാസമാണ് അൻഹു. ബൈന റജബിൻ വ റമദാൻ, റജബിൻ്റെ റമദാൻ്റെ ഇടയിൽ. വഹുവ ഷെഹ്റുൻ, അത് മാസമാണ്. തുർഫഉ ഫീഹിൽ അഅ്മാൽ ഇലാ റബ്ബിൽ ആലമീൻ, അമലുകളൊക്കെ റബ്ബിൽ ആലമീനിലേക്ക് ഉയർത്തപ്പെടുന്ന ദിവസമാണ്, ഷെഹ്റാണ്. വഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സായിമു, എൻ്റെ അമലുകൾ ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ നോമ്പായ നിലയിൽ. റവാഹുൻ നിസായി, മഹാനായ നിസായി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ യുസ്തഹബ്ബു ഇൻദൽ അർബഅ, 4 മദ്ഹബിൻ്റെയും അടുക്കൽ എന്താണ് സുന്നത്താണ്, പ്രത്യേകിച്ച് ബറാത്തിൻ്റെ നോമ്പ് എന്ന് എനിക്ക് കാണിച്ചു തരേണ്ടത്. അങ്ങനെ എന്ത് ചോദിച്ചാലും അപ്പോൾ ചിലത് ഞാൻ പറയും അങ്ങനെയാണോ ഇങ്ങനെയാണോ. ഒരിക്കൽ കണ്ടു, ഇമാം സലാം വീട്ടിൽ കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇമാം അവിടുന്ന് ഉടനെ എണീക്കണം എന്നാണല്ലോ ഗസാലി ഇമാമിൻ്റെ കിതാബിലുള്ളത് എന്ന് പറഞ്ഞു ഞാൻ. അപ്പം ഞാൻ പറഞ്ഞു, ഇതാ നോക്ക്, ഇപ്പോൾ തെസുബുത്തുൽ ഇമാം അവിടെ സ്ഥിരമായി അല്ല, യസിബുൽ ഇമാം എന്നാണ്, യസിബുൽ ഇമാം അവിടെ സ്ഥിരമായി ഇരിക്കണമെന്നാണ് അവർ കാണുന്നത്. എന്ത് യസിബു എന്നാ? അങ്ങനെ ഇബാറത്ത് അങ്ങനെ അല്ലല്ലോ ആ വീട് നോക്കിയാൽ. അപ്പോൾ ഞാൻ ഇതാ നോക്കി, ഇയലല്ലേ കാണുന്നത്, പിന്നെ യസിബുൽ ഇമാം സഭ യസിബു ചാടി എണീറ്റ് പോകണമെന്നല്ലേ കാണുന്നത്. അല്ല, അത് ആ കിതാബ് തെറ്റാണ്. പഴയ കിതാബ് എടുത്ത് നോക്കും, അതിൽ കാണാം യസുബുത്തു സബത്ത യസുബുത്തു നാ, ആ താ പുതിയ കിതാബിൽ നിന്ന് അവർ എടുത്ത് കളഞ്ഞതാണ്. അപ്പോൾ താ ഉണ്ടാകുമ്പോൾ യസുബുത്തു എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ട് അവിടെ ഇരിക്കണമെന്നാണ് വരിക. താ പോയാൽ പിന്നെ ക്രിയ മാറിപ്പോയി. വസബ യസിബു, വസബ എന്ന മാതിയുടെ മുതാരി യസിബു ചാടി എണീക്കണമെന്നായി നേരെ. അപ്പോൾ സംഗതി യസുബുത്തു എന്നാണ്. അപ്പോൾ താ പോയാൽ പിന്നെ വസബ യസിബു എന്നാണ്. അപ്പോൾ അത് പഴയ കിതാബിൽ നോക്ക് പറഞ്ഞു, പഴയ നുസ്ഖയിൽ പഴയ കോപ്പിയിൽ നോക്കും. അപ്പോൾ പഴയ കോപ്പിയിലുണ്ട്. ഇനി വേണം ഇത്തിഹാഫിൽ നോക്ക്, അതായത് ഈ ഇഹ്യാ ഉലൂമുദ്ദീൻ്റെ ഡീറ്റെയിൽസ് ഷർഹാണ്, അതിൽ നോക്ക്. അതിലും അങ്ങനെ തന്നെയാണ് കാണുന്നത്, യസുബുത്തു എന്നുണ്ട്. ഇപ്പോൾ പുതിയ അടിയിൽ വലിയ അങ്ങനെ പോക്കിയതാണ്, അങ്ങനെ ചില ഇതൊക്കെ എടുത്ത് കളയാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് സംശയം തീർന്നു. അല്ലായിരുന്നാൽ കിതാബിൽ ഇങ്ങനെയല്ലേ കാണുന്നത്.
അപ്പോൾ അത്തരം വിഷയം നമ്മൾ നോക്കണം. ഒരാൾ ഒരു ലേഖനത്തിൽ പറഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹം പ്രസംഗത്തിൽ അങ്ങനെയാണ് നബി പറഞ്ഞു ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആ ഹദീസിൽ അങ്ങനെ തന്നെ ഉണ്ടോ എന്ന് നോക്കുക. ആ ഹദീസിൽ അങ്ങനെ തന്നെ ഉണ്ടോ എന്ന് വ്യക്തമായിട്ട് നോക്കണം, ഹദീസിലുണ്ടോ ഇല്ലേന്ന്. അല്ലാതെ അയാൾ ലേഖനത്തിൽ കണ്ട് അത് അങ്ങനെ തന്നെ വിശ്വസിക്കരുത്. ആയിക്കോട്ടെ, സുന്നി ചെയ്താവട്ടെ, വഹാബി ചെയ്താവട്ടെ, മുജാഹിദ് ചെയ്താവട്ടെ, അതൊന്ന് ഉറപ്പ് വരുത്തുക. അത് എന്നെ ഉപ്പയാണ് ശീലിപ്പിച്ചത്. പിന്നെ അതിൻ്റെ ശേഷം ഏതൊരാൾ എഴുതിയാലും ഞാനത് നോക്കും, നേര് തന്നെയാണോ. ചിലപ്പോൾ പറയും അത് അങ്ങനെയൊന്നും ആയിരിക്കില്ല, വേറെ ഇന്ന കിതാബ് എടുത്ത് നോക്കും, നോക്കുമ്പോൾ കിതാബ് അങ്ങനെ ആയിരിക്കില്ല. താൻ എന്താണ് വിശ്വസിക്കുന്നത് ആ ആശയത്തിലേക്ക് വളച്ച് ഒടിച്ച് പറഞ്ഞതായിരിക്കും. മനസ്സിലായി? അപ്പോൾ പ്രിയമുള്ളവർ, നമ്മളെല്ലാം പഠിക്കണം. എവിടെ സംശയം ഉണ്ടെങ്കിലും അതങ്ങനെ തന്നെയാണ് ഉള്ളത് നോക്കണം. ഖുർആൻ ഒരിക്കലും തന്നെ പരിഭാഷ നോക്കിയാൽ ഒരു വിലക്കി മനസ്സിലാവില്ല, ഒന്നും ശരിയാവില്ല. മനസ്സിലായി? ഖുർആൻ്റെത് ശരിക്കും നോക്കേണ്ടത് അതിന് അറബി ഭാഷയിലൂടെ തന്നെ പഠിച്ച് അറബി ഭാഷയിലൂടെ പഠിക്കണം. എന്നിട്ട് അതിൻ്റെ തഫ്സീറുകൾ നോക്കണം, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ നോക്കണം. അല്ലാതെ ഒരിക്കലും മറ്റൊരു ഭാഷയിൽ ട്രാൻസ്ലേഷൻ ചെയ്ത് വളരെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ യൂസുഫ് അലി മർമഡാക്കി പിത്തൾ, അമേരിക്കക്കാരനാണ് അദ്ദേഹം. മർമഡാക്കി പിത്തൾ എന്ന് പറയുന്ന ആൾ അമേരിക്കക്കാരനാണ്, അദ്ദേഹം ട്രാൻസ്ലേഷൻ എഴുതിയിട്ടുണ്ട്. മർമഡാക്കി പിത്തൾ പറയുന്നുണ്ട് കുല്ലും ഫി ഫലക്കി യസ്ബഹോൻ, ഈ ഗോളങ്ങളെ സംബന്ധിച്ചും നക്ഷത്രങ്ങളെ സംബന്ധിച്ചും ഒക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു ഇതെല്ലാം അതിൻ്റെ ഭ്രമണപഥത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ മലയാളത്തിൽ ഇതൊക്കെ സഞ്ചരിക്കുന്നു എന്ന് എഴുതും. പക്ഷേ അദ്ദേഹം പറയുന്നത് ഞാനിവിടെ കുല്ലും ഫി ഫലക്കി യസ്ബഹുൻ, ഇതിന് ഞാൻ എങ്ങനെയാണ് ട്രാൻസ്ലേഷൻ ചെയ്യേണ്ടത് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം എല്ലാം ചലിക്കുന്നു എന്ന് പറയുന്ന ഈ നക്ഷത്രങ്ങളും അല്ലെങ്കിൽ ഗ്രഹങ്ങളൊക്കെ ചലിക്കുന്നു എന്ന് പറയണമെങ്കിൽ ചലിക്കാൻ ഏതെങ്കിലും ഭൂമിയിലൂടെ ചലിക്കല്ലേ വേണ്ടത്? അതിൻ്റെ ചക്രം തട്ടുന്ന ഒരു സാധനം വേണ്ടേ? ചലിക്കാൻ ഒരു നിലം വേണ്ടേ? അപ്പം ഈ ഗോളങ്ങളൊക്കെ നിലത്തൂടെ ചലിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് ചലിക്കുന്നു ഞാനെങ്ങനെയാണ് പറയുക? എന്താ ഞാൻ പറയുക? അതല്ലെങ്കിൽ അത് ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് നിന്ന് നീങ്ങുന്നു എന്നർത്ഥം. അങ്ങനെ പറയാൻ പറ്റുമോ? ഏതായാലും ഞാൻ സ്വിം എന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാം. അമേരിക്കൻ ഇംഗ്ലീഷിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഖുർആൻ്റെ ട്രാൻസ്ലേഷൻ. സ്വിം, നീന്തുക. അപ്പോൾ കുല്ലും ഫി ഫലക്കി യസ്ബഹുൻ, സബഹ എന്ന് പറഞ്ഞാൽ നീന്തുക എന്നർത്ഥമുണ്ടല്ലോ. അല്ലാതെ ഖുർആനിലുള്ള ഒരു വേർഡിന് അതേ ആശയം വരുന്ന വേർഡ് മറ്റൊരു ഭാഷയിൽ കാണാൻ വളരെ പ്രയാസമാണ്. എന്തെങ്കിലുമൊക്കെ വിശദീകരണത്തോടി മാത്രമേ പറയാൻ കഴിയുള്ളൂ. അപ്പം അത്രക്കും പിന്നെ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് ചെയ്യുന്നു. കാരണം അറബിയിൽ ഉള്ള ഖുർആൻ ആദ്യമായിട്ട് ട്രാൻസ്ലേഷൻ ചെയ്യാൻ തുടങ്ങിയത് എങ്ങനെയാണ്? ഇമാം സുർക്കാനി റളിയല്ലാഹു അൻഹുവിൻ്റെ മനാഹിലുൽ ഇർഫാൻ എന്ന കിതാബുണ്ട്. അതിൻ്റെ 2ാം വാള്യത്തിൽ കാണാം പരിശുദ്ധ ഖുർആൻ അറബിയിലൂടെ പറയുകയും അവരുടെ മാതൃഭാഷയിലേക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഗ്രന്ഥമാക്കാറുണ്ടായിരുന്നില്ല, എഴുതി ട്രാൻസ്ലേഷൻ ചെയ്യലുണ്ടായിരുന്നില്ല മുമ്പ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് യഹൂദികൾ ഖുർആന് ട്രാൻസ്ലേഷൻ എഴുതി. യഹൂദികൾ ഖുർആനിന് പരിഭാഷപ്പെടുത്തിയപ്പോൾ അപ്പോൾ പിന്നെ ജനങ്ങൾക്ക് പിഴക്കാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ യഹൂദികൾ ലാറ്റിനിലും മറ്റും പല ഭാഷകളിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തപ്പോൾ മുസ്ലിം പണ്ഡിതന്മാർ ഖുർആൻ പരിഭാഷപ്പെടുത്താൻ നിർബന്ധിതരായി. അങ്ങനെയാണ് പരിഭാഷ തുടങ്ങിയത് എന്ന് മനാഹിൽ ഇർഫാനിൽ നോക്കിയാൽ കാണാം. അപ്പോൾ ഒരു വേർഡിന് അനുയോജ്യമായിട്ടുള്ളൊരു വേർഡ് മറ്റൊരു ഭാഷയിൽ ലഭിക്കുക എന്നുള്ള പ്രയാസമുള്ള കാര്യമാണ്. വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ശരി, അപ്പോൾ എല്ലാം നമ്മൾ പഠിക്കണം. നമുക്ക് എവിടെയൊക്കെ സംശയമുണ്ടോ ആ സംശയം തീരുന്നവരെ നമ്മൾ ചോദിക്കുകയും ചെയ്യണം. മനസ്സിലായി? അതുപോലെ അപ്പോൾ ഇസ്ലാം ഒന്നിനും എതിരല്ല, പരിഷ്കാരത്തിനെതിരല്ല. ഞാൻ പറഞ്ഞില്ലേ, ഹാഫ് ഡൗസർ ഇട്ടിട്ട് സ്കൂളിൽ പോയപ്പോൾ ഹാഫ് ഡൗസർ ഇട്ട് നമുക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പെൺകുട്ടികൾ ഹാഫ് പാവാടി എടുത്തിട്ട് ഹൈസ്കൂളിലും മറ്റും പോയാൽ വലിയ പെൺകുട്ടികൾ, അവരെ കൂടെ നമ്മൾക്ക് പെൺകുട്ടികളെ അയക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പ്രത്യേകമായിട്ട് മദ്രസകളും ചിലവർ വീട്ടിൽ നിന്ന് തന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെയായിരുന്നു ആ കാലഘട്ടത്തിലെ സ്വഭാവം എന്തായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ഏതെല്ലാം ഗാനങ്ങൾ ഇറങ്ങുന്നു ആ ഗാനത്തിലൊക്കെ പാടലുണ്ടല്ലോ. ഇപ്പോൾ അബുധേര ശിവ എന്ന് പറഞ്ഞിട്ട് മുമ്പ് ഒരു പാട്ടുണ്ടായിരുന്നു. ആ ട്യൂണിൽ ഉപ്പ് ഉണ്ടാക്കിയതാണ്. അബ്ധൂറു സമ അബ്ധൂറു സമ അബ്ധൂറു സമ അബ്ധൂറു സമ ജാദത്തിൽ ബുജൂദ് മിൻ സനാ അംസാല മുംബിമോ യാ കബീദുന അബ്ധൂറു സമ അബ്ധൂറു സമ അബ്ധൂറു സമ
ജാദത്തിൽ വജൂദ് മിൻ സനാ أمثال ظلام بمحياك في دنا أبدور السماء إما هناك جردا من نورك الللا ما لدارك سرا صديعت من الللا شرفات شين شاهاب منهم لنا أمثال ظلام بمحياك في دنا أبدور السماء أبدور السماء أبدور السماء جادت الوجود من سنا أمثال ظلام بمحياك في دنا أبدور السماء ماء جرى بوادي سماء وتسايرا بحيرة ساوت المياه ما بها ترى بخمود مول الفرس نارهم صروخنا أمثال ظلام بمحياك في دنا أبدور السماء أوسان دنيا سارك بيبين ما لهم أوذان دنيا سارك بيبين ما لهم دوران ريس ياسرا أو أزالهم أدسان وجود نحل بالهم أنا أمثال ظلام بمحياك في دنا أبدور السماء كان الجميع كان بنوركم الجليل صلى عليكم بمدى وجودنا الذي دعا جميل الله لكل من بهمنا أمثال ظلام حياك في دنا അബ്ദൂറു സമാ. ആകാശത്തിലെ ചന്ദ്രനെന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് വർണ്ണിച്ചുകൊണ്ട് പാടിയ പദ്യമാണ് നിങ്ങൾ കേട്ടത്. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഇത്രമാത്രം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.